മണിമലയാറ്റിൽ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കോട്ടയം മൂലേപ്ലാവ് കടവിൽ കുളിക്കാൻ ഇറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, തിരച്ചിലിന്റെ പുരോഗതി എന്താണ്? വേണു, വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളായിട്ടുള്ള 4 പേർ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. ഇതിനിടയിൽ ഒരു വിദ്യാർത്ഥിയുടെ കാൽ വഴുതി ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മണിമല മൂലേപ്പാവ് SCTM സ്കൂളിന് സമീപത്തുള്ള കടവിലാണ് ഈ സംഭവം നടന്നത്. ശക്തമായ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 3 വിദ്യാർത്ഥികളും തിരിച്ച് കരയിലേക്ക് കയറിയിരുന്നു. എന്നാൽ ഈ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് എത്തി വിശദമായിട്ടുള്ള തിരച്ചിൽ ആറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ പെയ്യുന്നതാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള ഒഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഇവർ ഒന്നിച്ച് കുളിക്കാനായിട്ട് ഇറങ്ങിയത്. സമീപത്ത് കണ്ടു നിന്നവരാണ് ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണു, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നഗര മലയോര മേഖലകളിൽ ശക്തമായ മഴ. കനത്ത മഴയിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായി. അരുവിക്കരയിൽ 1 മണിക്കൂറിൽ 50 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, മഴ ഇപ്പോഴും പെയ്യുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇപ്പോൾ തലസ്ഥാനത്ത് മഴ അല്പം ആശ്വാസം മാറി നിൽക്കുകയാണ്. പക്ഷേ ഉച്ച മുതൽ ഏതാണ്ട് 4 മണി വരെ തകർത്ത മഴയായിരുന്നു തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും ഒപ്പം തന്നെ നഗരത്തിലും പെയ്തത്. തിരുവനന്തപുരം തലസ്ഥാന സിറ്റിയിൽ ഏതാണ്ട് 52 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അതേപോലെ തന്നെ ഈ പെരിങ്കടവിള, അരുവിക്കര, നെയ്യാറ്റിൻകര, പെരിങ്ങമലം ഇവിടെ 59, 54, 40, 24 മില്ലിമീറ്റർ മഴ വീതമാണ് ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ ലഭിച്ചത്. തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. പേട്ട, കിഴക്കേക്കോട്ട, തമ്പാനൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ഇവിടെ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ പണി നടക്കുന്നതിന്റെ ഭാഗമായി തലസ്ഥാനത്തെ നഗരത്തിന്റെ പല റോഡുകളും പൊളിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുകയാണ്. ഈ മണിക്കൂറുകൾ പോലും ഗതാഗത കുരുക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. വരും ദിവസങ്ങളിലും ഈ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ നഗരത്തിൽ റോഡ് ഗതാഗതം വലിയ ബുദ്ധിമുട്ടാകും ഉണ്ടാവുക. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തീരദേശ മേഖലയിലും കടലേറ്റത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത 3 മണിക്കൂറിൽ കൂടി തലസ്ഥാനത്ത് വലിയ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. വേണം. ശരി, തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ, പലയിടത്തും വെള്ളക്കെട്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തേക്കും. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? വേണു, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ തെക്കൻ തമിഴ്നാട് തീരത്തിനും കോമോറിനും മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് ലക്ഷദ്വീപിലേക്ക് ഒരു ന്യൂനമർദ്ദ പാത്തിയായി അത് മാറിയിട്ടുമുണ്ട്. അതിൻ്റെ സ്വാധീനം സംസ്ഥാനത്ത് ഉണ്ടാകും അടുത്ത ദിവസങ്ങളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴ അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന 5 ദിവസവും സജീവമാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് ജില്ലകളിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്നാണ് പ്രവചനം. ശനിയാഴ്ച 2 ജില്ലകളിലും ഞായറാഴ്ച 3 ജില്ലകളിലും തിങ്കളാഴ്ച 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ തിങ്കളാഴ്ച മുഴുവൻ ജില്ലകൾക്ക് ഇതിനോടകം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച തന്നെ പത്തനംതിട്ട, ഇടുക്കി പോലുള്ള മലയോര ജില്ലകളിൽ അതിതീവ്രമായ മഴ ലഭിച്ചേക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിനാൽ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 3 മണിക്കൂറിൽ കൂടി സംസ്ഥാനത്തെ കാലാവസ്ഥ എങ്ങനെയാകുമെന്ന് ഒരു ടൈംലി അലേർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ
ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ കേരള തീരത്തും ഒപ്പം ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വേണം. ശരി, സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അലക്സറ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 1-ാം വർഷ ഹയർ സെക്കൻഡറി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം തുടങ്ങി. ഈ മാസം 25 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഇതിനായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സഹായ കേന്ദ്രങ്ങൾ ഉണ്ടാകും. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇത്തവണ 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനം വേഗത്തിൽ നടപ്പാക്കിക്കൊണ്ട് ക്ലാസുകൾ തുടങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരീക്ഷാഫലം വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 1-ാം വർഷ ഹയർ സെക്കൻഡറി ഓൺലൈൻ അപേക്ഷാ സമർപ്പണമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് സമർപ്പണം തുടങ്ങിയത്. അതോടൊപ്പം തന്നെ 25-ാം തീയതി വൈകുന്നേരം 5 വരെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കുകളും ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മെയ് 29-നാണ് ആദ്യ ട്രയൽ അലോട്ട്മെന്റ് നടക്കുക. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും 2-ാം അലോട്ട്മെന്റ് ജൂൺ 12-നും നടക്കും. ജൂൺ 19-നാണ് 3-ാമത്തെ അലോട്ട്മെന്റ്. ജൂൺ 24-ന് ക്ലാസുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വേണു. ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുന്ന കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. മൂന്നിയൂർ സ്വദേശികളായ 4 കുട്ടികളുടെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എപ്പോഴാണ് ഈ പരിശോധനാ ഫലം വന്നത്? ഈ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെപ്പറ്റി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, അല്പസമയം മുമ്പാണ് ഈ പരിശോധനാ ഫലം വന്നത്. മൂന്നിയൂർ സ്വദേശികളായിട്ടുള്ള 4 കുട്ടികളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ പരിശോധന നടത്തിയത്. ആ ലാബിൽ നിന്ന് ലഭിച്ച റിസൾട്ടുകൾ 4 നെഗറ്റീവാണ് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക വേണ്ട ഈ 4 കുട്ടികളുടെ കാര്യത്തിൽ എന്ന കാര്യവും അവർ അറിയിക്കുന്നു. അതേസമയം തന്നെ 5 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ ആരോഗ്യനില വലിയ ഗുരുതരമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും ഈ കുഞ്ഞുള്ളത്. നമുക്കറിയാം, വലിയ ഒരു ഇതിന് മരുന്ന് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു ദുഷ്കരമായ ഒരു കാര്യമാണ്. വലിയ ഒരു തരത്തിലുള്ള ഇതിന് പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളുടെ ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്ന് ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പുതിയ കേസുകളൊന്നും മറ്റാരും തന്നെ ഇത്തരത്തിലുള്ള ഈ ലക്ഷണങ്ങളോട് കൂടി ആരും തന്നെ ചികിത്സ തേടിയിട്ടില്ല എന്നുള്ള കാര്യവും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. ഏതായാലും ഇപ്പോൾ 4 കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. വേണു. സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. എറണാകുളം വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത ബാധയിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. RDO 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം. വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചതായി ആക്ഷേപമുയർന്ന പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ ഉത്തരവ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ ഉത്തരവിൽ പറയുന്നത്? വേങ്ങൂരിലെ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് നിർണായക ഇടപെടൽ ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നു. നേരത്തെ ആക്ഷേപം ഉയർന്നത് വാട്ടർ അതോറിറ്റിയുടെ പമ്പിൽ നിന്ന് കൃത്യമായി ജലം ശുദ്ധീകരിക്കാതെ പുറത്തേക്ക് വിട്ടതാണ് ഈ രോഗബാധ പടർന്നു പിടിക്കാനുള്ള കാരണമായി ഉന്നയിച്ചിരുന്നത്. ആരോഗ്യവകുപ്പും സമാനമായ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ജലവിഭവ വകുപ്പ് ആ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളുകയായിരുന്നു. ഇതിനിടയിലാണ് നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഈ രോഗബാധിതരായ ആളുകൾ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത്തരം ആളുകളുടെ പട്ടിക സമർപ്പിക്കാനും നിലവിൽ ഈ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ മൂവാറ്റുപുഴ RDOയോടാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നൽകിയിരിക്കുന്നത് സമയം. അതിനുശേഷം സർക്കാരിലേക്ക് റിപ്പോർട്ട് കൈമാറും. വേണം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. 6-ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിന് പകരം നാവിൽ സർജറി ചെയ്തു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെയാണ് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തത്. കുഞ്ഞിന്റെ നാക്കിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചത് എന്നാണ് ഡോക്ടറുടെ വിശദീകരണം. പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. പരാതി സൂപ്രണ്ടിന് പരാതി കൊടുത്തിരിക്കുന്നു. ഇനി ശേഷമല്ല ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
ഇനി ഈ ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഇത് കൈക്ക് ഒരു ഒരു ആറ് വിരലുണ്ട് കുട്ടീന്റെ കൈക്ക്. കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാ, ഓപ്പോസിറ്റ് തിയേറ്ററിനുള്ളിലേക്ക് പോയതാ. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീന്റെ നാവിന്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് പെങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ ഓല അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. കൈക്ക് ചെയ്യേണ്ടത് വിരലിന് ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓല് കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്തു. ആരോഗ്യവകുപ്പിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. കാലങ്ങളായി കേരളം ആർജിച്ചെടുത്ത നേട്ടം സർക്കാർ ഇല്ലാതാക്കുന്നുവെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ വീഴ്ചയെപ്പറ്റി എന്താണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്? എന്താണ് കുടുംബത്തിന്റെ തുടർ നടപടി? വേണു, 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വന്നാലും കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. അല്പം മുമ്പ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ നിലവിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് കുടുംബവും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് തന്നെ ആരോഗ്യ വകുപ്പിന് കൈമാറാനാണ് സാധ്യത. ഡോക്ടറും ഇന്ന് രാവിലെ തന്നെ കുടുംബത്തോട് തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയുകയും ക്ഷമ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ തെറ്റ് കുടുംബാംഗങ്ങളോട് നേരിട്ട് പറയാത്തതാണ് തന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ച എന്നാണ് ഡോക്ടർ ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ വലിയൊരു ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത്. അതായത് കൈപ്പത്തിയിൽ 6 വിരലുമായി ഉള്ള കുട്ടിയുടെ 6ാമത്തെ വിരലായിരുന്നു ശസ്ത്രക്രിയയിലൂടെ മാറ്റേണ്ടത്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവാണ് ശസ്ത്രക്രിയ ചെയ്തത്. തുടർന്ന് അബദ്ധം മനസ്സിലാക്കിയതോടെ മറ്റൊരു ശസ്ത്രക്രിയ നടത്തി ഈ 6ാമത്തെ വിരൽ നീക്കം ചെയ്യുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരുന്നില്ല. ഈ ക്ഷമ പറഞ്ഞതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ കുട്ടിയുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ടാണ് വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകാൻ കുടുംബം തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കും പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നടത്തി കഴിഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പത്രക്കുറിപ്പ് കൂടി പുറത്തു വന്നിട്ടുള്ളത്. വേണു സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണെങ്കിലും ഈ തെറ്റ് മറയ്ക്കാൻ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് കാത്തിരിക്കേണ്ടത്. വേണു. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴ വാളകത്ത് വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനം ദേഹത്തുകൂടി കയറിയിറങ്ങി യുവാവിന് ദാരുണാന്ത്യം. തേവർ മഠത്തിൽ നന്ദുവാണ് മരിച്ചത്. പാർക്ക് ചെയ്തിരുന്ന വാഹനം തനിയെ നീങ്ങുന്നത് കണ്ട് വാഹനത്തിനുള്ളിൽ കയറി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? വേണു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് അതിദാരുണമായ സംഭവം വാളകത്ത് സംഭവിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി നന്ദു വീടിന് സമീപത്തുള്ള പറമ്പിൽ ട്രാവലർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ ട്രാവലർ താഴത്തേക്ക് തനിയെ ഇറങ്ങി വരുന്നത് കണ്ട് നന്ദു ട്രാവലറിന് അടുത്തേക്ക് എത്തുകയും ഈ വാഹനം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ നിലത്ത് വീണുപോയി. അപ്പോൾ ഈ ട്രാവലർ നന്ദുവിന് മുകളിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. അതിദാരുണമായ സംഭവം. 6 മാസം മുമ്പാണ് ഈ വാഹനം വാങ്ങിയത്. അതിന്റെ EMI എല്ലാം അടച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ 3 പേർ അറസ്റ്റിൽ. നെല്ലിക്കാട്ട് സ്വദേശി അനിൽകുമാർ, പറക്കാളി സ്വദേശി ഗഫൂർ, മൗവൽ സ്വദേശി ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രധാന പ്രതി CPIM ലോക്കൽ കമ്മിറ്റി അംഗം രതീശന്റെ സുഹൃത്തുക്കളാണ് പിടിയിലായത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ CH കുഞ്ഞമ്പു MLA അടക്കം പറഞ്ഞത് ഈ രതീഷിന് മാത്രമാണ് ഇതിൽ പങ്കെന്നാണ്. കൂടുതൽ അറസ്റ്റിലേക്ക് പോയ സാഹചര്യം എന്താണ്? വേണു, ഈ കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ പ്രധാന പ്രതി ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഈ ബാങ്കിന്റെ സെക്രട്ടറിയുമായ കെ രതീശന്റെ സുഹൃത്തുക്കളാണ് ഈ അറസ്റ്റിലായ 3 ആളുകളും. പോലീസ് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. പ്രതികൾ നെല്ലിക്കാട് സ്വദേശി അനിൽകുമാർ, പറക്കാളി സ്വദേശി ഗഫൂർ, മവ്വൽ സ്വദേശി ബഷീർ എന്നിവരാണ് ഇപ്പോൾ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു. എന്നാൽ ജില്ലാ ക്രൈംബ്രാഞ്ച്
ഇന്നിപ്പോൾ കേസ് ഏറ്റെടുത്തിട്ടില്ല. നാളെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് പോലീസ് അറിയിച്ചത്. ഈ 3 പ്രതികളെയും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. തുടർന്ന് പോലീസിന് സംശയം തോന്നിയതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ 3 പേരും ഈ കെ രതീശൻ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം അത് ഇവർക്കാണ് കൈമാറിയത്. തുടർന്ന് ഇവർ ഈ കാഞ്ഞങ്ങാട് പെരിയ മേഖലകളിലെ സഹകരണ ബാങ്കിലും അതുപോലെ തന്നെ നാഷണലൈസ് ദേശസാൽകൃത ബാങ്കുകളിലും എത്തിച്ച് ആ പണം ഈ സ്വർണം അവിടെ പണയം വെക്കുകയായിരുന്നു. തുടർന്ന് ആ പണം കെ രതീശന് കൈമാറി എന്നതാണ് ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം. എന്തായാലും പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വേണു. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. പോക്സോ കേസ് പ്രതിക്ക് 5 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. തിരുവനന്തപുരം നെയ്യാർ ഡാം സ്വദേശി ജയകുമാറിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. കള്ളിക്കാട് വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് വിധി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം, എന്താണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ? വേണു, മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ സംഭവം നടന്നത്. അതിൽ ഉടൻ തന്നെ വളരെ വേഗത്തിൽ തന്നെ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും അതിനുശേഷം ശിക്ഷാ നടപടിയിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം കാട്ടാക്കട കള്ളിക്കാട് വെച്ചായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മാസങ്ങൾക്ക് മുൻപ് ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ പ്രതിക്ക് 5 വർഷം കഠിന തടവും ഒപ്പം 30,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. കള്ളിക്കാട് വില്ലേജിൽ 45-കാരനായ ജയകുമാർ എന്ന ജയനെയാണ് പോക്സോ കോടതി ജഡ്ജി എസ് രമേശ് കുമാർ ശിക്ഷയ്ക്ക് വിധിച്ചത്. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ചീങ്കണ്ണി സാന്നിധ്യം. വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണി എത്തിയത്. ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ മേഖലയിൽ വ്യാപകമായി ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കാണുന്നതായി നാട്ടുകാർ പറയുന്നു. സൂര്യ സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്ന് രാവിലെയാണ് ഈ വെറ്റിലപ്പാറ വരടക്കയം മേഖലയിൽ കുളിക്കാനെത്തിയ സ്ത്രീ അവരാണ് ഇത്തരത്തിൽ ഈ ചീങ്കണ്ണിയെ ആദ്യമായി കാണുന്നത്. തോട്ടിലൂടെ ഒഴുകി നടക്കുന്നതായിട്ടും തോട്ടിന് കരക്കിരിക്കുന്നതുമായിട്ടായിരുന്നു ഈ ചീങ്കണ്ണിയെ കണ്ടെത്തുന്നത്. പിന്നീട് ഇവർ പറയുന്ന ഇപ്രകാരമാണ്, അതായത് ഈ വേനൽമഴ ശക്തമായതോടുകൂടി ഈ ചാലക്കുടി പുഴയിലും അതുപോലെ തന്നെ ഇതിന് സമീപത്തുള്ള തോടുകളിലുമെല്ലാം ഇപ്പോൾ ഈ നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. അതേ തുടർന്നാണ് ഈ പുതുമഴ പെയ്തപ്പോൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇര തേടിയും ഒക്കെയാണ് ഈ ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ചാലക്കുടി പുഴയിൽ നേരത്തെ തന്നെ ഈ ചീങ്കണ്ണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ ജനവാസ മേഖലയിൽ ചീങ്കണ്ണിയെ കണ്ടതിലൂടെ ഉള്ളത്. വേണു, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഡൽഹി BJP ആസ്ഥാനത്ത് തീപിടുത്തം. സംസ്ഥാന സമിതി ഓഫീസിലാണ് തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, എന്താണ് ഈ അപകടത്തിന്റെ കാരണമായി അറിയാൻ കഴിയുന്നത്? എപ്പോഴായിരുന്നു ഈ അഗ്നിബാധ? വേണു, ഡൽഹിയിലെ പണ്ഡിറ്റ് മാർഗിലുള്ള BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് വൈകിട്ട് 4-നോടുകൂടി തന്നെ തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിലവിലിപ്പോൾ 3 ഫയർ എഞ്ചിനുകളുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നതായാണ് വിവരം. എന്തായാലും മറ്റ് ആളപായമോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും ഫയർ എഞ്ചിനുകളുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 4-നോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വേണു, നിതിൻ, നിലവിലെ സാഹചര്യം എന്താണ്? വേണു, നിലവിലിപ്പോൾ 3 ഫയർ എഞ്ചിനുകളുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നു എന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിന് നമുക്ക് ലഭ്യമാകും. എന്തായാലും മറ്റ് ആളപായമോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കിപ്പോൾ BJP തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വേണു, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി 100 ന്യൂസ് പ്രവിത ലക്ഷ്മി.